ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു Xylem Learning. നിമിസ് ആണ്. അപ്പൊ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിൽ നോക്കുകയാണെങ്കിൽ 12 മാർക്ക് ഷുവർ ആക്കാൻ വേണ്ടി പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുള്ളത്. ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് നമ്മളെ റാൻഡം വേരിയബിൾസ് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അവിടെ നോക്കിക്കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു മോഡലാണ് കെയുടെ വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ള ചോദ്യം. അതേപോലെ തന്നെ വന്നിട്ടുള്ളതാണ് നമ്മൾ മീൻ കണ്ടുപിടിക്കുക അല്ലെങ്കിൽ വേരിയൻസ് ഓഫ് എക്സ് കണ്ടുപിടിക്കുക എന്നുള്ള ചോദ്യങ്ങളൊക്കെ സ്ഥിരമായിട്ട് വരാറുള്ള ഒന്നാണ്. അപ്പൊ നോക്കി കെയുടെ വാല്യൂ കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് ചെയ്യാൻ വേണ്ടി പറ്റുക. ആദ്യം നമുക്കറിയാം, നമ്മൾ പ്രോപ്പർട്ടീസ് പഠിച്ചിട്ടുണ്ട്. ഒരു PMF ആകണമെങ്കിൽ കണ്ടീഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എല്ലാ പ്രോബബിലിറ്റീസും എന്ന് പറയുന്നത് എന്തായിരിക്കണം? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആയിരിക്കണം. പിന്നെ പഠിച്ചിരിക്കുന്ന കണ്ടീഷൻ എല്ലാ പ്രോബബിലിറ്റീസും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 എന്നാണ് ആൻസർ ആയിട്ട് കിട്ടേണ്ടത്. ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടാണ് നമ്മൾ കെയുടെ വാല്യൂ കണ്ടുപിടിക്കുന്നുണ്ടായിരിക്കുക. ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ എല്ലാ വാല്യൂസ് എന്താണ് ആഡ് ചെയ്യുക, ഈക്വൽ ടു 1 കൊടുക്കാം. അപ്പൊ ഇവിടെ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഇവിടെ കെ ഉണ്ട്. കെ പ്ലസ് 2k പ്ലസ് 3k പ്ലസ് 2k പ്ലസ് k ഇസ് ഈക്വൽ ടു 1. അതായത് ഈ പ്രോബബിലിറ്റീസ് എല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരണം? 1 എന്നാണ് നമുക്ക് ഉത്തരമായിട്ട് കിട്ടേണ്ടത്. ഇനി നമുക്ക് ഇതെല്ലാം ആഡ് ചെയ്ത് നോക്കാം. സോ ഇവിടെ 5 6 7 8 9. സോ ഇവിടെ 9k ഇസ് ഈക്വൽ ടു 1 എന്നാണ് കിട്ടുന്നുണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ കെന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 9 നേരെ ഇപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുവരാൻ ആൻസർ എന്ന് പറയുന്നത് 1/9 എന്നാണ് കിട്ടുന്നുണ്ടായിരിക്കുക. സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വണ്ണിന്റെ ആൻസർ ആയിട്ട് വരുന്നത് 1/9. സോ ഇവിടെ പ്രോബബിലിറ്റീസ് എന്ന് പറയുന്നത് ഇവിടെ 2/9 3/9 2/9 1/9 ഇങ്ങനെ പ്രോബബിലിറ്റീസ് നമുക്ക് എഴുതി കൊടുക്കാം. എന്തിനു വേണ്ടിയിട്ടാണ്? നമുക്ക് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് അഥവാ മീൻ വാല്യൂ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് അഥവാ നമ്മൾ മീൻ കണ്ടുപിടിക്കുക എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ വരുന്നത് എങ്ങനെയാണ്? എക്സ് പി ഓഫ് എക്സ് എന്നാണ് എന്ത് നമുക്ക് ഇക്വേഷൻ ആയിട്ട് വരുന്നത്. സമ്മേഷൻ എക്സ് പി ഓഫ് എക്സ്. ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഈ ഓരോ എക്സും അതിന്റെ പ്രോബബിലിറ്റീസും ഇതെല്ലാം എന്താണ് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് എല്ലാവരും പിടിച്ചിട്ട് എന്താണ് ആഡ് ചെയ്യുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? നമുക്ക് കിട്ടുന്ന മീൻ വാല്യൂ ആയിരിക്കും. റാൻഡം വേരിയബിൾസിന് മീൻ വാല്യൂ ആയിരിക്കും കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം 0യും പ്രോബബിലിറ്റി എന്താണ് വരുന്നത്? 1/9 ആണ് വരുന്നത്. സോ ഇവിടെ 0 ഇൻറ്റു 1/9 പ്ലസ് നെക്സ്റ്റ് 1 വന്നു കഴിയുമ്പോഴോ 1 വരുമ്പോൾ 2/9 2 വരുമ്പോൾ 3/9. അപ്പൊ ഇവിടെ 1 ഇൻറ്റു 2/9 പ്ലസ് 2 ഇൻറ്റു 3/9 പ്ലസ് 3 ഇൻറ്റു 2/9. നെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ലാസ്റ്റ് 4 ഇൻറ്റു 1/9 ആണ് വരുന്നത്. 4 ഇൻറ്റു 1/9 പ്ലസ് 4 ഇൻറ്റു 1/9. ഇങ്ങനെയാണ് നമ്മൾ എന്ത് കണ്ടത്? നമ്മൾ മീൻ വാല്യൂ കണ്ടത്. അപ്പൊ ഇവിടെ എന്ത് വരും? ആദ്യം ഇവിടെ 0 ആയിപ്പോയി. ആൻഡ് ഇവിടെ എന്ത് വരും? 1 ഇൻറ്റു 2/9. അപ്പൊ ഇവിടെ 2/9 പ്ലസ് 3 ഇൻറ്റു 2 6. ഇവിടെ 3 ഇൻറ്റു 2 ചെയ്തു 6 കിട്ടി. ഇവിടെയും എന്താണ് 3 ഇൻറ്റു 2 6 കിട്ടി. ആൻഡ് ഇവിടെ 4 ഇൻറ്റു 1 4. അപ്പൊ ഇവിടെ പ്ലസ് 6/9 പ്ലസ് 4/9 ദാറ്റ് ഈസ് ഈക്വൽ ടു ആൻസർ ആയിട്ട് വരുന്നത് 18/9 എന്ന് കിട്ടും. ഇതെല്ലാം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 18/9 ദാറ്റ് ഈസ് ഈക്വൽ ടു 2. ഇതാണ് ഇത് നമ്മളെ മീൻ വാല്യൂ അഥവാ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്നൊക്കെ പറഞ്ഞാൽ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? 2 എന്നാണ് നമുക്ക് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഇതിന്റെ കൂടെ നമ്മളോട് ചോദിക്കുകയാണ് വേരിയൻസ് കൂടെ കാണാൻ വേണ്ടി ചോദിച്ചാലോ? വേരിയൻസ് കാണാൻ വേണ്ടി ചോദിച്ചാൽ അവിടെ നമുക്ക് ഇക്വേഷൻ ആയിട്ട് വരുന്നത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ. ഇതാണ് നമുക്ക് ഇക്വേഷൻ ആയിട്ട് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ ആണ് ഇനി നമ്മൾ കാണേണ്ടതായിട്ടുള്ളത്. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സമ്മേഷൻ എക്സ് സ്ക്വയർ പി ഓഫ് എക്സ് നമുക്ക് വരും. അതായത് ഇനി ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ എല്ലാ എക്സുകളെ എന്താണ് സ്ക്വയർ കാണും. സ്ക്വയർ ചെയ്തതിന് ശേഷം അതിനോടാണ് എന്ത് ഈ പ്രോബബിലിറ്റീസ് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. എന്നതിന് നേരത്തെ ചെയ്ത പോലെ തന്നെ എന്താണ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇവിടെ 0 സ്ക്വയർ ഇൻറ്റു 1/9 1 സ്ക്വയർ ഇൻറ്റു 2/9. ഇവിടെ നമുക്ക് 0 സ്ക്വയർ ഇൻറ്റു 1/9 1 സ്ക്വയർ ഇൻറ്റു 2/9 പ്ലസ് നെക്സ്റ്റ് വന്ന എന്താണ് 2 സ്ക്വയർ ഇൻറ്റു 3/9 പ്ലസ് 3 സ്ക്വയർ ഇൻറ്റു 2/9 പ്ലസ് 4 സ്ക്വയർ ഇൻറ്റു 1/9. ഇതാണ് എന്ത് ഇവിടെ നമുക്ക് പ്രോബബിലിറ്റീസ് വരുന്നത്. 3/9 2/9 2/9 1/9. അപ്പൊ ഇവിടെ 2 3 2 1. സോ ഇനി നമ്മൾ എല്ലാത്തിനും എന്താണ് സ്ക്വയർ കാണാണ്. ഇവിടെ വീണ്ടും സ്വാഭാവികമായിട്ട് ഇവിടെ എന്താണ് 0നെ കൊണ്ട് തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 0 തന്നെയാണ് വരുന്നുണ്ടായിരിക്കുക. 0 പ്ലസ് 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 1 തന്നെയാണ് വരുന്നത്. ഇനി 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 4 ആണ് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 9 ആണ്. 9 ഇൻറ്റു 2/9 പ്ലസ് 4 സ്ക്വയർ എന്ന് പറയുമ്പോൾ 16 ഇൻറ്റു 1/9 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്യാം. അപ്പൊ ഇവിടെ 2/9 പ്ലസ് ഇവിടെ എന്ത് വരും? ഇവിടെ 4 3s are എന്താണ്? 12 ആണ് വരുന്നത്. 12/9 പ്ലസ് ഇവിടെ 9 2s are 18 16 ഇൻറ്റു 1 16.
അപ്പോൾ ഇവിടെ 18/9 പ്ലസ് 16/9 എന്നാണ് നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നത് 48/9 ആണ് എന്ത് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ കിട്ടുന്നത്. പക്ഷെ ഇവിടെ കൊണ്ട് തീർന്നിട്ടില്ല. വേരിയൻസ് ഓഫ് എക്സ് ആണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ വേരിയൻസ് കാണണമെങ്കിൽ നമുക്ക് എന്ത് വേണം? വേരിയൻസ് ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ നേരത്തെ നമ്മൾ എഴുതിയിട്ടുണ്ട്. എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് ദി ഹോൾ സ്ക്വയർ ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 48/9 ആണ്. 48/9 ആണ് മൈനസ് എക്സ്പെക്ടേഷൻ ഓഫ് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് വരുന്നത്? 2 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് കിട്ടും? 2ന്റെ എന്താണ്? സ്ക്വയർ ആണ് വേണ്ടത്. സോ ദിസ് ഇസ് ഈക്വൽ ടു 48/9 മൈനസ് 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ആണ് വരുന്നുണ്ടായിരിക്കാം. ഇനി ഈ രണ്ടാൾക്കാർ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? 48 മൈനസ് 9 4s are 36 ഡിവൈഡഡ് ബൈ 9 ദാറ്റ് ഈസ് ഈക്വൽ ടു 12/9. അഥവാ ഇതൊന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 4/3 എന്നാണ് കിട്ടുന്നുണ്ടായിരിക്കുക. സോ ഇതാണ് എന്താ നമ്മുടെ ഫൈനൽ ആൻസർ എന്തിന്റെ? വേരിയൻസ് ഓഫ് എക്സ് ചോദിച്ചു കഴിഞ്ഞാൽ. ഇപ്പോൾ വേരിയൻസ് ഡിസ്കസ് ചെയ്തു, മീൻ ഡിസ്കസ് ചെയ്തു, അതേപോലെ തന്നെ കെന്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് നമ്മളെ ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ ഒക്കെ ഉള്ള നമ്മളെ എലിമെന്ററി കാൽക്കുലസ് എന്നുള്ള 3rd ചാപ്റ്ററിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. 1 മാർക്കിന് ഒരു ചോദ്യമാണ് വന്നിരിക്കുന്നത്. ഡിഫറൻസിയേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇത് ചെയ്യാൻ വേണ്ടി ആകപ്പാടെ നമുക്ക് ആവശ്യമായിട്ടുള്ള ഒരേ ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് x⁻n ഡെറിവേറ്റീവ് ആണ്. n(x⁻n-1) ആണ് ഇക്വേഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്? d/dx ഓഫ് x⁻7 ആണ്. ഇവിടെ n സ്ഥാനത്ത് ആരാണ് വന്നിരിക്കുന്നത്? 7 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പൊ എന്ത് വരും? ആ 7 എടുത്ത് എഴുതുക. എന്നിട്ട് എന്താണ്? 7x⁻7 - 1. അപ്പൊ 7x⁻7 - 1 എന്ന് പറയുമ്പോൾ എന്താണ്? 6 എന്നാണ് വരിക. സിമ്പിൾ ആയിട്ട് ആൻസർ കിട്ടിയിട്ടുണ്ട്. എന്താണ്? 7x⁻6 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഇനി ഇന്റഗ്രേഷനിലേക്ക് വരുമ്പോൾ ഇവിടെ ഡെഫിനറ്റ് ഇന്റഗ്രൽ ആണ്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് എന്താണ്? ഒരു വാല്യൂ നമുക്ക് കിട്ടുന്നുണ്ടായിരിക്കും. അപ്പൊ ഈ ഒരു ചോദ്യം ചെയ്യാൻ വേണ്ടി നമുക്ക് ആവശ്യമായിട്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത്, ഒന്ന്, നമ്മൾക്ക് ഇന്റഗ്രൽ x⁻n dx എന്ന് പറയുകയാണെങ്കിൽ ഒരു എക്സ്പോണന്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഇപ്പോൾ x⁻3 അല്ല x⁻2 എന്നുള്ള രീതിയിൽ ഒരു മുകളിലൊരു വാല്യൂ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് വരും? x⁻n+1/n+1 c. ഇതാണ് ഇക്വേഷൻ ആയിട്ട് വരുന്നത്. ഇനി ഇന്റഗ്രൽ ഒരു 1 dx ആണ്, എന്തെങ്കിലും ഒരു കോൺസ്റ്റന്റ് ആണ് വരുന്നതെന്ന് വിചാരിക്കുക. ആൻസർ വരുന്നത് x+c എന്നായിരിക്കും വരുന്നുണ്ടായിരിക്കുക. c എന്ന് പറഞ്ഞാൽ എന്താണ്? കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ആണ്. കോൺസ്റ്റന്റ് ഓഫ് ഇന്റഗ്രേഷൻ ആണ് നമ്മളിവിടെ c എന്ന് പറയുന്ന ആള്. ഇനി നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ ഇവിടെ ഇക്വേഷൻ ആയിട്ട് വരുന്നത് ഇവിടെ എന്തായിരിക്കും വരിക? ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് വരുന്നത് 4 × x⁻3 ആണ് വന്നിട്ടുള്ളത്. അപ്പൊ എന്ത് വരും? ഇവിടെ n+1/n+1 ആണ്. അപ്പൊ എന്ത് വരും? 3 + 1 4. അപ്പൊ ഇവിടെ 4 × x⁻3 + 1 എന്ന് പറഞ്ഞാൽ എന്താണ്? 4 ഡിവൈഡഡ് ബൈ 4 പ്ലസ് പിന്നെ 3 × x⁻എന്താണ്? ഇവിടെ 2 + 1 ആണ്. അപ്പൊ x⁻3/3 എന്ന് കിട്ടും. x⁻3/3 പ്ലസ് 2 × x⁻x എന്ന് പറഞ്ഞാൽ എന്താണ്? ആക്ച്വലി ഇവിടെ x⁻1 ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 1 + 1. അപ്പൊ ഇവിടെ 2 എന്ന് വരും ഡിവൈഡഡ് ബൈ 2 പ്ലസ് എന്താണ്? അവിടെ ലാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 1 ഉണ്ട്. അപ്പൊ എന്താണ്? അവിടെ ഒരു എക്സ് എന്ന് വരും. ആ ലിമിറ്റ്സ് ഇതാ നമ്മളിങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റിൽ ഈ ഇന്റഗ്രലിന്റെ ലിമിറ്റ്സ് ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ എന്താണ്? സ്ക്വയർ ബ്രാക്കറ്റിന്റെ മുകളിലും താഴെയായിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത്. ഇനി ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ കോമൺ ടേംസ് ഉണ്ട് അല്ലെ? 4 ക്യാൻസലായി, 3 ക്യാൻസലായി, 2 ക്യാൻസലായി. ഇനി എന്താണ് ഇവിടെ ബാക്കിയുള്ളത് നോക്കിയാലോ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ബാക്കിയായിട്ടുള്ളത് ദിസ് ഇസ് ഈക്വൽ ടു x⁻4 ഉണ്ട്, x³ ഉണ്ട്, x² ഉണ്ട്, പിന്നെ എന്താണ്? എക്സ്. ഏതാണ് റേഞ്ച് വരുന്നത്? 0 മുതൽ 2 വരെയാണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ദിസ് ഇസ് ഈക്വൽ ടു ആദ്യം ചെയ്യേണ്ട എന്താ? നമ്മൾ അപ്പർ ലിമിറ്റ്, അതായത് ഇവിടെ 2 ആണ് വരുന്നത്. എല്ലാ എക്സിനും എന്താണ്? ഈ 2 എന്നുള്ള വാല്യൂ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ ഇവിടെ വരുന്നത് 2⁻4 പ്ലസ് 2³ പ്ലസ് 2² പ്ലസ് 2 മൈനസ് നെക്സ്റ്റ് എന്താണ്? 0 ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ എന്ത് വരും? 0⁻4 പ്ലസ് 0³ പ്ലസ് 0² പ്ലസ് 0. ആക്ച്വലി ആ ടേം എന്താണ്? മൊത്തത്തിലേ എന്താണ്? ആക്ച്വലി 0 ആയി പോവുകയാണ് ചെയ്യുന്നത്. ഇനി ഇവിടെ ബാക്കി എന്താണുള്ളത്? 2⁻4 എന്ന് പറയുമ്പോൾ എന്താണ്? 16. 2³ എന്ന് പറഞ്ഞാൽ 8 ആണ്, 2² എന്ന് പറഞ്ഞാൽ 4 ആണ്, ആൻഡ് ലാസ്റ്റ് ഇവിടെ 2 ആണ്. സോ ഇവിടെ ഫൈനൽ ആൻസർ എന്ന് പറഞ്ഞാൽ 30 ആണ് ഇവിടെ ഫൈനൽ ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കും. ഇപ്പൊ നമ്മൾ 8 മാർക്കിന്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് അടുത്തൊരു 4 മാർക്കും കൂടെ നോക്കാം. നമ്മൾ 5ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഡിസ്ക്രീറ്റ് പ്രോബബിലിറ്റി ഡിസ്ട്രിബ്യൂഷനിൽ സ്ഥിരമായിട്ട് വരുന്ന ഒരു ചോദ്യമാണ്. ഇതേപോലെ ബൈനോമിയൽ ഡിസ്ട്രിബ്യൂഷന്റെ മീനും തരുന്നുണ്ടായിരിക്കും, വേരിയൻസും തരുന്നുണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ബൈനോമിയലിന്റെ കേസിൽ മീൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം
ബൈനോമിയലിന്റെ കേസിൽ മീൻ എന്ന് പറഞ്ഞാൽ അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് NP എന്നാണ് ഇക്വേഷൻ ആയിട്ട് വരുന്നത്. അത് എത്രയാണ്? 12 ആണ് എന്ന് തന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ബൈനോമിയലിൽ വേരിയൻസിന്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ NPQ ആണ് വരുന്നത്. ആൻഡ് അത് എത്രയാണെന്ന് തന്നിട്ടുണ്ട്? 6 ആണ് എന്ന് തന്നിട്ടുണ്ട്. നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം, ഇവിടെ NP ഉണ്ട്, ഇവിടെ എന്താണ് NP തന്നെയുണ്ട്. NPയുടെ വാല്യൂ എത്രയാണെന്ന് അറിയാം, 12 ആണെന്ന് നമുക്ക് അറിയുകയും ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഈ 12 ഞാനിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. 12Q ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും? 6 എന്ന് കിട്ടും. NPയുടെ വാല്യൂ 12 ആണെന്ന് അറിയാം, അതുകൊണ്ട് തന്നെ ആ 12 ഞാനിവിടെ കൊടുക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ 12Q ഇസ് ഈക്വൽ ടു 6 എന്ന് നമുക്ക് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇനി അടുത്തത് Qന്റെ വാല്യൂ കിട്ടാൻ എന്ത് ചെയ്താൽ മതി? ആ 12നെ നേരെ ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. അപ്പം എന്ത് വരും? 6/12 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2 അഥവാ 0.5. 1/2 എന്ന് വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ 0.5 എന്നുള്ള വാല്യൂ ആയിട്ട് എടുക്കണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ എടുക്കാവുന്നതാണ്. ഇനി നെക്സ്റ്റ് Pന്റെ വാല്യൂ കിട്ടാൻ എന്ത് ചെയ്യാം? Pന്റെ വാല്യൂ കിട്ടാനായിട്ട് ഇവിടെ P + Q ഇസ് ഈക്വൽ ടു 1. ഇതും നമ്മൾ പഠിക്കുന്ന ഒരു പ്രോപ്പർട്ടിയാണ് ബൈനോമിയലിന്റെ കേസിൽ. അതുകൊണ്ട് തന്നെ Pന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 1 - Q. ആ Q എന്നാണ് ഇപ്പുറത്തെ സൈഡിലേക്ക് പോകും. അപ്പൊ ഇവിടെ 1 - Qന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2 ആണ് വരുന്നത്. അപ്പൊ ഇവിടെ 1 - 1/2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. Pന്റെ വാല്യൂ എന്താണെന്ന് കിട്ടി? 1/2 ആണെന്ന് കിട്ടി. കാണാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് എന്താ? Nന്റെ വാല്യൂയും കാണണം, അതേപോലെ തന്നെ എന്താണ് നമ്മൾ Pന്റെ വാല്യൂയും കാണണം. Nന്റെ വാല്യൂ കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ മതി? NPയുടെ വാല്യൂ അറിയാം, എന്താണ്? 12 ആണെന്ന് അറിയാം. NPയുടെ വാല്യൂ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഈക്വൽ ടു 12 ആണ്. അതിൽ Pയുടെ വാല്യൂ എന്താണ്? 1/2 ആണെന്ന് ഓൾറെഡി എന്താണ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇനി എന്ത് ചെയ്താൽ മതി? നൈസായിട്ട് ഈ 2നെ കൊണ്ട് എന്താണ്? ആ 12നെ മൾട്ടിപ്ലൈ ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ എന്ത് വരും? 12 × 2. 12 2s are എത്രയാണ്? 24 എന്ന ആൻസർ ആയിട്ട് കിട്ടും. സോ ഇവിടെ നമുക്ക് ഈസി ആയിട്ട് N കിട്ടിയിട്ടുണ്ട്, P കിട്ടിയിട്ടുണ്ട്, Q കിട്ടിയിട്ടുണ്ട്. ഇനി ചിലപ്പോൾ ചോദിക്കുന്നത് N ഉം P യും കണ്ടുപിടിക്കാൻ മാത്രമായിരിക്കില്ല, ഇതിന് PMF എഴുതാൻ വേണ്ടിയിട്ടായിരിക്കും. PMF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? NCX, P⁻x, Q⁻n - x ആണ്. അപ്പൊ ഇവിടെ N എന്ന് പറഞ്ഞാൽ എന്താണ്? 24 ആണ്. അപ്പൊ ഇവിടെ NCX എന്ന് പറയുമ്പോൾ 24CX. P എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1/2 ആണ്. അപ്പൊ ഇവിടെ നമുക്കറിയാം P⁻x ആണ് വരാം, 1/2x ആണ്. Q എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? 1/2 ആണ്. അപ്പൊ 1/2n - x ആണ്. N എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താണ്? 24 ആണ് വരുന്നത്. അങ്ങനെയാണ് എക്സിന്റെ വാല്യൂസ് എന്തൊക്കെയാണ് വരുന്നത്? എക്സിന്റെ വാല്യൂസ് എന്ന് പറയുന്നത് ദിസ് ഇസ് ഈക്വൽ ടു 0, 1, 2 എക്സെട്ര ഏത് വരെയാണ്? 24 വരെയാണ് വരുന്നത്. ആൻഡ് ഈക്വൽ ടു 0 അതർവൈസ്. PMF ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലെയാണ് നിങ്ങൾ എഴുതേണ്ടത്. ഇതേപോലെ തന്നെ ഓരോ റേഞ്ചിന്റെ പറയാം, അതേപോലെ തന്നെ 0 അതർവൈസ്. ഇത് എഴുതിയാൽ മാത്രമാണ് PMF പൂർണ്ണമാവുള്ളൂ. ഇവിടെ മറ്റൊരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ട്, പ്രോബബിലിറ്റി ഓഫ് x ഇസ് ഈക്വൽ ടു 0. എക്സിന്റെ വാല്യൂ 0 വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും നമ്മളുടെ ഉത്തരം എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യമായിട്ട് വന്നിട്ടുള്ളത്. പ്രോബബിലിറ്റി ഓഫ് x ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വരും? ഈ എക്സിന്റെ സ്ഥാനത്തൊക്കെ എന്താണ്? 0 കൊടുക്കുക, അത്രേ ചെയ്യേണ്ടതുള്ളൂ. അപ്പൊ ഇവിടെ നമുക്ക് 24C0 1/2 1/2 24 - 0. ഈ ഒരു ഇക്വേഷൻ സത്യത്തിൽ ആക്ച്വലി ഒരു രീതിയിലും കൂടെ മാറ്റി എഴുതാൻ വേണമെങ്കിൽ, അതായത് ഇതിനെ പ്രോബബിലിറ്റി ഓഫ് x ഈക്വൽ ടു എക്സിനെ 24CX 1/2 എന്നുള്ള നിലയിലും എഴുതാൻ വേണ്ടി പറ്റും. കാരണം ഇവിടെ എന്താണ്? നമ്പേഴ്സ് സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ ഈ എക്സ്പോണൻസിന് നമുക്ക് എന്താണ്? ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും? ഇവിടെ x + 24 - x ആണ്. ഇതൊന്നും ക്യാൻസൽ ആയ ബാക്കി എന്താണ്? 24 എന്നാണ് നമുക്ക് വരുന്നുണ്ടായിരിക്കുക. ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് തന്നെയാണ് വരിക. 24C0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? 1 ആണ്. 1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? അതും 1 തന്നെയാണ്. ബാക്കി എന്താണുള്ളത്? 1/2 സോ നമ്മൾ ആൻസർ എന്താണ് വരുന്നത്? 1/2 ആണ്. കാൽക്കുലേറ്റ് ചെയ്താൽ കുറേ ഡെസിമൽ പോയിന്റ്സ് വരും, 000 കഴിഞ്ഞിട്ടാണ് വരുന്നുണ്ടായിരിക്കുക. സോ അത് നമുക്ക് ആവശ്യമില്ല, നമുക്ക് ഇത്രയും മതി. ഇത്രയും എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇത്രയാണ് 12 മാർക്കിന് ഉള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഈ ക്വസ്റ്റ്യൻസ് നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുക, എക്സാം അടിപൊളിയാക്കുക. ഓൾ ദി ബെസ്റ്റ്.